നൂറ്റാണ്ടിന്റെ പാരമ്പര്യം പേറുന്ന ഒരു ദേവാലയമുണ്ട് അക്ഷരനഗരിയായ കോട്ടയത്ത്. ജെറുസലേം മാർത്തോമാ ദേവാലയമാണ് ശതോത്തര രജത ജൂബിലിയുടെ നിറവിലെത്തി നിൽക്കുന്നത്. പഴമയുടെ പ്രൗഢിയിൽ തന്നെയാണ് വിശ്വാസികളുടെ അഭയകേന്ദ്രം ഇന്നും നിലകൊള്ളുന്നത്. ഞാൻ നിൽക്കുന്ന കോട്ടയം നഗരഹൃദയത്തിലെ ഈ ജെറുസലേം ദേവാലയത്തിന് ഒന്നും രണ്ടുമല്ല 125 വർഷത്തെ പഴക്കമുണ്ട്. 1901 ഈ ദേവാലയം പണി കഴിച്ചത്. കഴിഞ്ഞ 125 വർഷമായി നഗരഹൃദയത്തിന്റെ അടയാളമായി പഴമയുടെ പ്രൗഢിയോടെ മാർത്തോമ ജെറുസലേം ചർച്ച് നിലകൊള്ളുന്നു. ഈ ഇടവക സ്ഥാപിതമായത് 1901 അതിനു മുമ്പേ മലങ്കര സഭ ഒന്നായിരുന്ന സമയത്ത് കോട്ടയം ചെറിയപള്ളി ഇടവകയിൽ ചേർന്ന് നടന്നിരുന്ന ഞങ്ങളാണ്. മലങ്കര സഭയിലുണ്ടായ നവീകരണം, അതോട് അനുബന്ധിച്ചുണ്ടായ മുന്നേറ്റങ്ങൾ, ആ സന്ദർഭങ്ങളിൽ ഉണ്ടായ സെമിനാരി കേസുമായിട്ടൊക്കെയുള്ള വിഷയങ്ങൾ, അതേ തുടർന്നാണ് നവീകരണ സഭയായിട്ട് വേർതിരിഞ്ഞത് മലങ്കര സഭ. ഈ വർഷം 125 വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഞായറാഴ്ച അതിൻ്റെ ഇടവക ദിനം ആചരിക്കുന്നു. 600-ലധികം കുടുംബങ്ങൾ ഈ ആത്മീയ കേന്ദ്രത്തിന് കീഴിലുണ്ട്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇത് മലങ്കര സഭയുടെ ചരിത്രത്തിലും വളരെ പ്രാധാന്യമുള്ളൊരു ഇടവകയാണ്. പ്രത്യേകിച്ച് കോട്ടയത്ത് രൂപപ്പെട്ട കോട്ടയം സെമിനാരി, കോട്ടയം MD സെമിനാരി ഹൈസ്കൂള്, ഇതിൻ്റെയൊക്കെ സ്ഥാപനത്തിൽ ഈ ഇടവകങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണയും സഹകരണവും ഒക്കെ ഉണ്ടായിരുന്നു. മലങ്കര മാർത്തോമ മെത്രാപ്പൊലീത്ത ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനിയാണ് ഈ ശതോത്തര രജത ജൂബിലി വർഷത്തെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളാണ്. അതിൽ സഹായ പദ്ധതികളുണ്ട്. ഭവന സഹായം, വിവാഹ സഹായം, ആതുര സഹായം, ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയ പദ്ധതികളും ഇടവയുമായിട്ടനുബന്ധിച്ചും സമൂഹത്തിന് നന്മ പകരുന്നതുമായിട്ടുള്ള പല പ്രോഗ്രാമുകളും ക്രമീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ 125 വർഷങ്ങളായി അക്ഷരനഗരിയുടെ തിലകക്കുറിയായി ഈ ദേവാലയം പ്രശോഭിക്കുകയാണ്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.